ക്രൂരമായ അക്രമ പരമ്പരകൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം എസ്.എഫ്.ഐയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. സർ, ഇന്നും അദ്ദേഹം പറഞ്ഞത് ഹോസ്റ്റലിൽ ഒരാൾ അതിക്രമിച്ച് കയറിയതിനെ തുടർന്ന് ആണ് ഈ സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. സർ, അത് നമുക്ക് പരിശോധിക്കാം. സർ ലോ കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്ന വനിതാ നേതാവായിരുന്ന അഫ്ന യാക്കൂബിനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടിയ സംഭവം, KSUക്കാർ താമസിക്കുന്ന വീടുകളിലേക്ക് പോയി SFIക്കാർ നടത്തിയ അക്രമം, അവർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ 70ഓളം പേർ ചേർന്ന് അവിടെ നടത്തിയ അക്രമം, ഇതിനെക്കുറിച്ച് അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിടെ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ അങ്ങേ അസ്വസ്ഥനാക്കി. അങ്ങ് പറഞ്ഞു SFI അധിക്ഷേപിക്കുന്നതിന് അതിര് വേണ്ടേ എന്നാണ് അങ്ങ് ചോദിച്ചത്. അങ്ങ് വീണ്ടും പറഞ്ഞു SFI ഇങ്ങനെ പൊങ്ങി പോകുന്നതിൽ ഞങ്ങൾക്കുള്ള അസൂയയാണ് എന്ന്. സാർ, പൊങ്ങി പോകുന്നുണ്ട് സാർ. സാർ, ASFന്റെ വനിതാ നേതാവിനെ കേട്ടാലറയ്ക്കുന്ന ഭാഷാ പ്രയോഗം നടത്തിയിട്ടുള്ള നേതാവിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി പൊങ്ങിപ്പോയി സാർ. വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വെച്ച് ആക്രമിച്ചയാളെ രാജ്യസഭാംഗമായിട്ട് പൊങ്ങിപ്പോയിട്ടുള്ള കാര്യമാണ് സാർ കാണുന്നത്. സാർ അതുപോലെ തന്നെയാണ് സാർ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സിദ്ധാർത്ഥിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച നടന്നപ്പോഴും അങ്ങെടുത്ത സമീപനം ഇത് തന്നെയായിരുന്നു സാർ. സാർ, അങ്ങ് നൽകുന്ന പൊളിറ്റിക്കൽ പാട്രണേജാണ് സാർ SFIക്ക് ഈ അക്രമ പരമ്പരകൾ നടത്താനുള്ള ഊർജം പകരുന്നത്. സാർ, ഹെൽമറ്റും ചെടിച്ചട്ടിയും മുളവടിയും കൊണ്ട് എതിരാളികളുടെ കൈയും കാലും തലയും ചവിട്ടി പൊട്ടിക്കുന്നവരെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് സംരക്ഷിച്ചത് അങ്ങാണ് സാറ്. അവരെ സംരക്ഷിച്ചതിന് കേരളത്തിലെ അങ്ങ് നൽകിയ പൊളിറ്റിക്കൽ പാട്രണേജിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് സാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. സാറ്, അങ്ങ് എല്ലാ കാലത്തും സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചപ്പോൾ അങ്ങ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷെ അതോടൊപ്പം തന്നെ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സഹായം വെറ്ററിനറി സർവകലാശാലയും ഭരണകൂടവും ചെയ്തു കൊടുത്തു എന്നുള്ള ഓർക്കണം സാർ. 25-ാം തീയതി ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ് സാർ. ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് കാരണം സർവകലാശാല കേസിൽ യഥോചിതം ഇടപെടാത്തത് കൊണ്ടാണ് സാറേ. വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോംസ് അനുസരിച്ച് 75% ഹാജരില്ലാത്ത ആളുകൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല സാർ. അങ്ങനെ ആ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ വെറ്ററിനറി സർവകലാശാല പരാജയപ്പെട്ടു. 26-ാം തീയതിയിലെ പരീക്ഷയ്ക്ക് 25-ാം തീയതി ഉത്തരവ് വരുമ്പോൾ രാത്രി സർവകലാശാല ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആ ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണുത്തിയിലേക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നു. 2 ടീച്ചർമാരെ ഇൻവിജിലേറ്റർമാരായിട്ട് നിയോഗിക്കുന്നു. അടുത്ത ദിവസം രാവിലെ 26-ാം തീയതി രാവിലെ സർവകലാശാല ഉത്തരവിറങ്ങുകയാണ് സാർ. റോക്കറ്റ് വേഗത്തിലാണ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക പരിഗണന നൽകിയാണ് ഈ നിർദ്ദേശങ്ങളെന്നും നിലവിലെ ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കുമുള്ള ഇളവായി എടുക്കേണ്ടതില്ലെന്നും ഉത്തരവ് പറയുന്നു സാർ. ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ആഹാരം കൊടുക്കാതെ നോട്ടീസിലേക്ക് വരൂ. ബഹുമാനപ്പെട്ട അംഗം നോട്ടീസിൽ പറഞ്ഞ കാര്യമല്ല പറയുന്നത്. സമയം കൃത്യസമയത്ത് ഓഫ് ചെയ്യും സാർ. അവർക്ക് എന്ത് പരിഗണനയാണ് കൊടുക്കേണ്ടത്? അങ്ങ് സാർവദേശീയ കാര്യങ്ങൾക്ക് പോയാൽ കൃത്യസമയത്ത് ഓഫ് ചെയ്യേണ്ടി വരും. ഈ രക്ഷാസേനയുടെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് സാർ കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത്. KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻ ജോസ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ക്യാമ്പസിൽ കൊണ്ടുവന്ന് ക്യാമ്പസിലെ സെന്റർ സർക്കിളിലാക്കി. അയാൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ആ ക്യാമ്പസിലുണ്ടായിരുന്ന റിസർച്ച് യൂണിയന്റെ ചെയർമാൻ ഒറ്റപ്പാലം മുൻ MP-യുടെ മകനും അജയ്കുമാറിന്റെ മകനുമായിട്ടുള്ള അജയ് ഫോണിൽ വിളിച്ച് പറയുകയാണ് ഒരുത്തൻ വരുന്നുണ്ട്, തടഞ്ഞോളണം. അയാളെ പുറകെ പോവുകയാണ് 3 ബൈക്ക്. അയാളെ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ കീ ഊരിയെടുക്കുകയാണ്. എന്നിട്ട് ഫോണിലൂടെ ഈ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോബിൻസ് നമ്മുടെ സാൻ ജോസിനെ വിളിച്ചു പറയുന്നു എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു. സാൻ ജോസ് ഗ്രൗണ്ടിനടുത്തേക്ക് പോയപ്പോൾ 30ഓളം SFIക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ സാൻ ജോസിനെ കണ്ട ഉടൻ തന്നെ SFIയുടെ നേതാവ് അഭിജിത്ത് ആക്രോശിക്കുകയാണ്. ഇവനെ പൊക്കി ഹോസ്റ്റൽ റൂമിൽ കൊണ്ടിടണ എന്ന് പറയുകയാണ് സാറ്. അയാളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സാൻ ജോസിനെ റിസർച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് സാർ. അഭിമന്യു എന്ന SFIക്കാരൻ
സാൻ ജോസിന്റെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം കിട്ടാതെ കൈയും കാലും പിടച്ചപ്പോൾ സാൻ ജോസിന്റെ തല ഗ്രില്ലിൽ ഇടിക്കുകയാണ് സാർ. അവിടെ വെച്ച് മർദ്ദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തിനെയും കൂടി അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടെ കൊണ്ടുവരികയാണ് സാർ. അവിടെ കൊണ്ടുവന്നിട്ട് SFIയുടെ ഇഡി റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് സാർ. ഇഡി മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് സാർ. കാര്യവട്ടം ക്യാമ്പസിലെ ഇഡി മുറിയുടെ നമ്പർ 121 സാർ. സിദ്ധാർത്ഥിനെ ഇടിച്ച് ചതച്ച ഇടിമുറിയുടെ നമ്പർ 21. എല്ലാ കോളേജുകൾക്കും ഇടിമുറി ഉണ്ട് സാർ. സാറ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല സാർ SFI നിൽക്കുന്നത്, ഇടിമുറിയുടെ ഭീകരതയിലാണ് സാറ്. ഈ 121 നമ്പർ മുറിയിൽ കസേരയിൽ ഇരുത്തി എന്നിട്ട് വിചാരണ തുടങ്ങുകയാണ് സാർ. ഇഷ്ടപ്പെടാത്ത മറുപടി കേൾക്കുമ്പോ ബൂട്ടിട്ട് ചവിട്ടി കസേരയോടുകൂടി മറിഞ്ഞു വീഴുന്നു. ഇവിടെ ഒരു തെറ്റവർ തിരുത്തി സാറ്. വെറ്റിനറി കോളേജിൽ ഭക്ഷണം പോലും കൊടുക്കാതിരുന്നെങ്കിൽ ഇവിടെ കുടിവെള്ളം കൊടുത്തു സാർ. ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം കൊടുത്തു സാർ. 1 മണിക്കൂർ അവിടെ ഇരുത്തി അയാളെ മർദ്ദിക്കുകയാണ് സാർ. എന്നിട്ട് യൂണിറ്റ് ഉണ്ടാക്കാൻ നീ ആരാണ്, അതാണ് അവരെ പ്രകോപിപ്പിച്ചത് സാറ്. സാർ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ 20ഓളം ബോർഡുകൾ അവിടെ KSU സ്ഥാപിച്ചു, കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഇതിൽ അസ്വസ്ഥരായിട്ടാണ് സാൻ ജോസാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നുകൊണ്ട് അയാളെ ആക്രമിക്കാൻ ഇവർ തയ്യാറായത് സാർ. ഇങ്ങനെ 1 മണിക്കൂറോളം മർദ്ദനവും വിചാരണയും കഴിഞ്ഞതിന് ശേഷം എന്നെ ആരും ഉപദ്രവിച്ചില്ല എന്ന് സാൻ ജോസിനെ കൊണ്ട് എഴുതി വാങ്ങുകയാണ്. അത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സാർ. ഞാൻ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി എന്ന് സാൻ ജോസിനെ കൊണ്ട് പറയിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാർ. സാർ, ഈ സാൻ ജോസ് എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് സാർ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ 20 വർഷമായി എനിക്കറിയാം സാർ. ദാരിദ്ര്യത്തിന്റെ അങ്ങ് അവിടെ ഇരിക്കെ, പ്രതിപക്ഷം അവിടെ ഇരിക്കെ, പ്രതിപക്ഷം അവിടെ ഇരിക്കെ, ബഹുമാനപ്പെടുത്തി ശാന്ത പ്ലീസ് അങ്ങ് അവിടെ ഇരിക്കെ, അങ്ങ് ചാടി എണീക്കൽ അവിടെ ഇരിക്കെ. പ്രതിപക്ഷ നേതാവല്ലേ അവിടെ ഇരിക്കെ, പ്രതിപക്ഷ നേതാവല്ലേ, അവരുടെ ഭാഗത്ത് കമന്റ് ഒന്നും വന്നില്ല. പ്ലീസ് അവിടെ ഇരിക്കെ. ഏതെങ്കിലും തരത്തിൽ ഇന്ററപ്റ്റഡ് ആവുന്ന ഒരു കമന്റ് സാർ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിക്കുക പ്ലീസ്. യെസ് അവിടെ ഇരിക്കെ. പ്ലീസ് അവിടെ ഇരിക്കെ. യെസ്, അവതാരകൻ അവസരം കൊടുക്ക്. നിങ്ങൾ ഇരിക്കെ അവിടെ, നിങ്ങൾ അവിടെ ഇരിക്കെ പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്കെ. അവതാരകൻ അവതരിപ്പിക്കട്ടെ, പറയാം. യെസ് അവതാരകൻ അവതരിപ്പിക്കട്ടെ. അവതരിപ്പിക്കുക പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്കെ. പ്ലീസ് അവിടെ ഇരിക്കെ. അങ്ങ് അവതരിപ്പിക്ക്. അവതരിപ്പിച്ചോ. പരമകോടിയിലുള്ള ഒരു വീടാണ് സാർ അത്. സാർ, നമ്മുടെ നാട്ടിൽ 2 നേരം പട്ടിണി കിടന്ന് 3 നേരം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രക്ഷകർത്താക്കളുള്ള ഒരു നാടാണ് സാർ നമ്മുടേത്. സാർ, അങ്ങനെ പട്ടിണി കിടന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ അയക്കുമ്പോ SFIക്കാരുടെ ആക്രമണങ്ങൾക്കിരയായാൽ അവരുടെ ഉള്ളു പിടയും സാർ. അവരുടെ ഹൃദയം തകർന്നു പോകും സാർ. ഒരു പോറലേറ്റാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയപ്പോ സിദ്ധാർത്ഥിന്റെ അനുഭവമാണോ എനിക്കുണ്ടാകാൻ പോകുന്നത്, ഞാൻ പേടിച്ചു പോയി എന്നാണ് സാൻ ജോസ് പറഞ്ഞത് സാർ. കേസ് എടുക്കണമെന്ന് സാറ് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് പ്രതിഷേധിച്ചു സാർ. ഞാൻ രാത്രി അവിടേക്ക് പോവുകയാണ് സാർ. എന്റെ വാഹനം അവിടെ എത്തിയപ്പോൾ തന്നെ SFIക്കാർ വാഹനത്തിൽ അടിക്കുകയും കൈകൊണ്ടിടിക്കുകയും കമ്പ് കൊണ്ടടിക്കുകയും ചെയ്ത. ഇന്നും വാഹനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി സാർ. ഞാൻ ഡോറ് തുറന്നിറങ്ങിയപ്പോ എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു സാർ. 50ഓളം പോലീസുകാർ നോക്കി നിൽക്കുകയാണ് SFIക്കാർ കയ്യേറ്റം ചെയ്തത് സാർ. ഒരു മന്ത്രിയുടെ കാറിൽ കൊടി കെട്ടിയതിന്റെ പേരിൽ SFI നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ്, എന്നെ KSUക്കാരുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ് എന്നെ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കുകയാണ് സാറേ. ഒരു കോഗ്നൈസിബിൾ ഓഫൻസ് നടക്കുന്നുവെന്ന് കണ്ടിട്ടും കയ്യും കെട്ടി നിൽക്കുന്ന കൃത്യവിലോപം നടത്തിയ ആളുകളാണ് ഞാൻ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന് സാറേ. അവിടെ തന്നെ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആക്രമിച്ചു. ആശുപത്രിയിലേക്ക് പോയപ്പോ
മാറിവാനിസ് കോളേജിലെ വിദ്യാർത്ഥി ആദിനാഥിനെ സ്കാൻ ചെയ്തിട്ടുണ്ടോ ഇരുന്നപ്പോൾ അവിടെ വെച്ച് ആക്രമിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മൽ, ഋഷി എന്നിവരെ ആശുപത്രിയിൽ വെച്ച് ആക്രമിക്കുന്നു. സാർ, ഇവരുടെ രീതി എങ്ങനെയാണ് സാർ? ആശുപത്രിയിൽ വെച്ച് സാർ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സാർ. ഇങ്ങനെ ക്യാമ്പസുകളിൽ നടത്തുന്ന അക്രമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉപേക്ഷിച്ചു പോകാൻ ഇടവരുത്തുന്നുണ്ട് എന്നങ്ങ് മനസ്സിലാക്കണം സാർ. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പോയിന്റ് പറഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിൽ 2021 24,000 അപേക്ഷകൾ ഉണ്ടായിരുന്നു സാർ. കഴിഞ്ഞ വർഷം അത് 11,000 കുറഞ്ഞു. ഈ വർഷം അത് 9,000 കുറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നികറ്റി വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നതിന് ഈ SFIയുടെ ഭീകരതയും ഒരു കാരണമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. SFI കേരളത്തിന് ഒരു ബാധ്യതയായി തെറ്റുതിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തെറ്റുകൾ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടാണ് പോകുന്നത് സാർ. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.